ഇങ്ങനൊരു വീഡിയോ ഇന്ന് ചെയ്യണമെന്ന് ലെഫ്റ്റ് റൈറ്റ് വോയിസ് യൂട്യൂബ് ചാനൽ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇത് ചെയ്യാതെ പറ്റത്തുമില്ല. കാരണം CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പാർട്ടി സമ്മേളനം കൊല്ലത്ത് നടക്കാൻ പോകും. സംസ്ഥാന സെക്രട്ടറി നടത്തിയൊരു പ്രസ്താവന, മദ്യപിക്കുന്നവർ പുകവലിക്കുന്നവരും ഇവർക്കൊന്നും പാർട്ടിയിൽ സ്ഥാനമുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വളരെ വിനയത്തോടെ ചില ചോദ്യങ്ങൾ സംസ്ഥാന സെക്രട്ടറിയോട് MP ഗോവിന്ദനോട് ചോദിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ സഖാക്കളുണ്ടാവും, നമുക്കറിയാം. നമ്മളൊരു ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഒരു ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു ചാനലാണ്. പക്ഷേ ഈ ഒരു ചോദ്യം ചോദിക്കാതെ പറ്റില്ല. ഈ പാർട്ടി CPIM ഈ മദ്യപിക്കുന്നവരെ പുകവലിക്കുന്നവരെ എല്ലാം പുറത്താക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ച് മുതൽ അങ്ങ് സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടെ എവിടെയും അങ്ങനെ പുറത്താക്കാൻ നോക്കിയാൽ പിന്നെ ഈ പാർട്ടിയിൽ എത്ര പേരുണ്ടാവും എന്നുള്ളത് കൂടി പാർട്ടി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ട് MP ഗോവിന്ദന് ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്താൻ തോന്നി? കമ്മ്യൂണിസ്റ്റ് ചരിത്രം അറിയാവുന്നവർക്കറിയാം. പാർട്ടിയിൽ സമുന്നത നേതാക്കളിൽ ലോകമെമ്പാടും, കേരളത്തിലും ഇന്ത്യയിലും ചൈനയിലും റഷ്യയിലും വിയറ്റ്നാമിലും ലോകമെമ്പാടും നേതാക്കളിൽ പലരും മദ്യപിക്കുന്നവരുണ്ടായിരുന്നു, പുകവലിക്കുന്നവരുണ്ടായിരുന്നു. EK നായനാർ ചെയിൻ സ്മോക്കർ ആയിരുന്നല്ലോ. അവസാനം രോഗഘട്ടത്തിൽ രോഗബാധിതനായപ്പോൾ പുകവലി നിർത്തി. അതിനുമുമ്പ് ദിനേശ് PD മുതൽ എങ്ങോട്ട് EK നായനാരുടെ കാര്യം നമുക്കറിയാം. പിന്നെ മറ്റു പല നേതാക്കളും, ഞാനൊരു എടുത്ത് പെട്ടെന്ന് പറഞ്ഞൊരു പേര് EK നായനാരുടെ പേരാണ്. മറ്റു പലരും മദ്യപിക്കാത്തവരുണ്ട്, പുകവലിക്കാത്തവരുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യം. മദ്യപിക്കുന്നത്, പുകവലിക്കുന്നത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതുപോലെ മദ്യപിക്കാതിരിക്കുന്നതും പുകവലിക്കാതിരിക്കുന്നതും വ്യക്തി സ്വാതന്ത്ര്യമാണ്. അങ്ങനെയുള്ളവരെ ബ്രാഞ്ച് തലം മുതൽ അങ്ങ് കേന്ദ്ര കമ്മിറ്റി വരെ പുറത്താക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ പാർട്ടി എവിടെ ചെന്നെത്തുമെന്ന് ഈ പാർട്ടി ഒന്ന് ചിന്തിക്കുക. MP ഗോവിന്ദന് എന്താണ് പറ്റിയത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടിരുന്നവർ ഒട്ടേറെ വലിയ ആൾക്കാർ, EMS മുതൽ ഇങ്ങോട്ട്, ഈ VS അച്യുതാനന്ദൻ, അതേപോലെ EK നായനാർ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ചടയൻ ഗോവിന്ദൻ, അങ്ങനെ ഒരു വലിയ ഒരു പാരമ്പര്യം ഈ പാർട്ടിക്ക് കേരളത്തിലുണ്ട്. ആ പാരമ്പര്യത്തെ സൂക്ഷിച്ചുകൊണ്ട് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ MP ഗോവിന്ദൻ ഈ പ്രസ്താവന ഇറക്കിയതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ കാര്യം? എന്തടിസ്ഥാനത്തിലാണ്? സർക്കാർ മദ്യം ഉണ്ടാക്കുന്നു, ബിവറേജ് കോർപ്പറേഷൻ വഴി മദ്യം വിൽക്കുന്നു. ഈ മദ്യം നിയമപരമായിട്ട് വിൽക്കുന്ന മദ്യം വാങ്ങാൻ കേരളത്തിലെ ഏത് പൗരനും, കേരളത്തിൽ വരുന്ന ഏത് മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട്. ഒരു ബിവറേജ് ഔട്ട്ലെറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു ബാറിൽ കയറി മദ്യപിക്കാൻ താല്പര്യമുള്ളവർക്ക് മദ്യപിക്കാം, പുകവലിക്കേണ്ടവർക്ക് പുകവലിക്കാം. പബ്ലിക് പ്ലേസ് പുകവലി നിരോധിച്ചിരിക്കുന്നു. പബ്ലിക് പ്ലേസിൽ രഹസ്യമായിട്ട് വലിക്കാം. ബാറിൽ പുകവലിക്കുന്നില്ലേ? അതിന് സ്മോക്കിംഗ് സോൺ ബാറിലുണ്ടല്ലോ, പല ബാറുകളിലും ഉണ്ടല്ലോ. മദ്യപിക്കുന്നില്ലേ? അപ്പം മദ്യം ഒരു സർക്കാർ വിൽക്കുകയും ഇപ്പം പാലക്കാട്ട് എലിപ്പുള്ളിയിലെ ബ്രൂവറി 600 കോടി രൂപയ്ക്ക് ഈ പറയുന്ന സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി മദ്യ നിർമ്മാണശാല കൊണ്ടുവരാൻ തീരുമാനമെടുത്തൊരു സർക്കാർ, 600 കോടിയുടെ നിക്ഷേപം. അതുകൊണ്ട് ജനങ്ങൾക്ക് എത്രയോ പേർക്ക് തൊഴിൽ കിട്ടും. ഇതൊക്കെ ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ഭരണനിയന്ത്രിച്ചിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുക, മദ്യം കഴിക്കുന്നവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, പുകവലിക്കുന്നവനെ പുറത്താക്കും. അപ്പോൾ എന്നിട്ട് കോൺഗ്രസ്സുകാരും ലീഗുകാരും മറ്റുള്ള BJP-ക്കാരും മദ്യം കഴിച്ചോട്ടെ, പാർട്ടിക്കാർ കഴിക്കരുത് എന്ന് പറയാൻ ഇത്ര വിഡ്ഢിത്തം നിറഞ്ഞൊരു പ്രസ്താവന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബ്രൂവറി കൊണ്ടുവരുന്ന 600 കോടിയുടെ ബിവറേജുകളെല്ലാം തുറന്നു വെക്കാം, മദ്യമിക്കാം, ബാറുകളിൽ മദ്യമിക്കാം, പാർട്ടിക്കാർ മാത്രം മദ്യപിക്കരുത്. ഞങ്ങൾ മദ്യപാനത്തിനെതിരാണ്. മദ്യപാനം, പുകവലി പോലുള്ള ശീലങ്ങൾ വേണ്ടവർക്കാവാം, വേണ്ടാത്തവർക്ക് വേണ്ട. പിന്നെ വേണ്ടവർക്ക് അതെപ്പോൾ വേണമെങ്കിലും നിർത്താനുള്ള അവകാശം ഓരോ വ്യക്തിക്കുമുണ്ട്. അതിനകത്തൊക്കെ പാർട്ടി ഇടപെടുക എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് തലം മുതൽ അങ്ങ് പിന്നെ മദ്യപിക്കുന്നവരെ പുകവലിക്കുന്നവരെ പുറത്താക്കിയാൽ ഈ പാർട്ടിയിൽ പിന്നെ എത്ര പേരുണ്ടാവും? ഞങ്ങൾ തുറന്ന് ചോദിക്കുകയാണ്. ലെഫ്റ്റ് റൈറ്റ് വോയിസ് സംസ്ഥാന പാർട്ടി സെക്രട്ടറിയുടെ MP ഗോവിന്ദനോട് ചോദിക്കുകയാണ്, എന്തൊരു പ്രസ്താവനയാണ് താങ്കൾ നടത്തിയത്? താങ്കൾ ഈ പറയുന്ന ഔന്നത്യം, മറ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാർ കാണിച്ചിരുന്ന ഔന്നത്യം താങ്കൾക്ക് ചോർന്നു പോകുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. MP ഗോവിന്ദനോട് പറയുകയാണ്.
കോടിയേരി ബാലകൃഷ്ണൻ അവസാനം ഇരുന്ന കസേര, അവിടെ നിങ്ങൾ കയറിയിരിക്കുന്നു. താങ്കൾ നിങ്ങളുടെ പല പ്രസ്താവനകളും പക്വതയില്ലായ്മയുടെ ആണെന്ന് മുമ്പ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇതുവരെ ഞങ്ങളത് പറയാതിരുന്നത് ഇപ്പം ഇത് കണ്ടപ്പോൾ പറയേണ്ടി വരുന്നു. അതുകൊണ്ട് പറയുകയാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ മദ്യപിക്കാത്തവരുണ്ടോ? എല്ലാവരുമല്ല, മദ്യപിക്കുന്നവരുണ്ടാവുമല്ലോ. ഞങ്ങളുടെ തെളിവില്ല. ഒരു സംശയം ഉന്നയിക്കുകയാണ് എം വി ഗോവിന്ദനോട്, സംസ്ഥാന സെക്രട്ടറിയോട്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ മദ്യപിക്കുന്നവരില്ലേ? അവരെല്ലാം പുറത്താക്കുമോ? പുകവലിക്കുന്നവരില്ലേ? അവരെല്ലാം പുറത്താക്കുമോ? എല്ലാവരുമല്ല, മദ്യപിക്കുന്നവർ കാണാം, പുകവലിക്കുന്നവർ കാണാം. കേന്ദ്ര കമ്മിറ്റിയിൽ മദ്യപിക്കുന്നവരും പുകവലിക്കുന്നവരുടെ ലിസ്റ്റ് എടുക്കാമോ പാർട്ടിക്ക്? അവിടെയും ചിലർ കാണുമായിരിക്കും. അതേപോലെ പിന്നെ മറ്റു വിഷയങ്ങൾ, സ്ത്രീ വിഷയങ്ങൾ, അതിൽ പാർട്ടിയിലെ പലരും പ്രതിയാക്കപ്പെട്ടിട്ടില്ലേ? അവരെല്ലാം പുറത്താക്കിയിട്ട് പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? കമ്മ്യൂണിസത്തിന്റെ ആചാര്യൻ കാൾ മാർക്സ് മദ്യപിക്കുമായിരുന്നു. അതുപോലെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കള്, പഴയ സോവിയറ്റ് യൂണിയൻ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കള്, വിയറ്റ്നാം, ഇവരൊക്കെ എത്രയോ നേതാക്കൾ മദ്യപിക്കുന്നവരുണ്ട്, പുകവലിക്കുന്നവരുണ്ട്. അപ്പോൾ ബിവറേജ് തുറന്നു വെക്കാം, ബ്രൂവറി മദ്യനിർമ്മാണശാല പാലക്കാട്ട് തുടങ്ങാം, ബാറുകൾ ഇഷ്ടം പോലെ വീണ്ടും തുറക്കാം, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ. പക്ഷേ പാർട്ടിക്കാരും മദ്യപിക്കരുത്, ബാക്കി ഉള്ളവന്മാരെല്ലാം മദ്യപിച്ചിട്ട് ബിസിനസ് നടത്തട്ടെ. ഇത് എന്തൊരു തലതിരിഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. മദ്യപിക്കുന്നവർ മദ്യപിക്കും, പുകവലിക്കുന്നവർ പുകവലിക്കും, വേണ്ടാത്തവർ വേണ്ടെന്ന് വയ്ക്കും. അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളാണ്. അതിനെതിരെ പാർട്ടി നടപടി എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലേ എന്താ ബാക്കി പറയേണ്ടത്? ഒന്നും പറയുന്നില്ല.